ശ്രീനാരായണീയരെ. തിരുവനന്തപുരത്തുള്ള പെരുന്നെല്ലി കൃഷ്ണവൈദ്യരുടെ ഭവനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ഷൺമുഖദാസ് എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമിയും നാണുവും തമ്മിൽ മിക്കവാറും സംവാദങ്ങൾ നടക്കുക പതിവാണ്. അതെല്ലാം വേദാന്ത വിഷയങ്ങളിലാണ്. ഇതിലൊക്കെ മിക്കവാറും സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മുടെ പെരുന്നെല്ലിക്കും കഴിഞ്ഞിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടെയും നാണുവിൻ്റെയും ഇണക്കവും സ്നേഹവും സാഹോദര്യവും എല്ലാം വളരെയധികം ദൃഢമായിരുന്നു. ആ കാലത്ത് നാണുവിന് മനസ്സിലായി ചട്ടമ്പി സ്വാമിക്ക് യോഗാഭ്യാസം നല്ല വശമാണെന്ന്. ഒരിക്കൽ അത് തുറന്നു ചോദിച്ചു. അപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, നമുക്ക് തൈക്കാട്ട് അയ്യാവു സ്വാമി എന്ന് പറയുന്ന ഒരാൾ തിരുവിതാംകൂറിലുണ്ട്. അത് മാത്രമല്ല, ശിവരാജ യോഗയിൽ വളരെയധികം കേമനാണ് അദ്ദേഹം. അങ്ങനെ ചട്ടമ്പി സ്വാമി നാണുവിനെയും കൂട്ടി തൈക്കാട്ട് അയ്യാവു സ്വാമിയുടെ ബംഗ്ലാവിലെത്തി. കണ്ട മാത്രമേ തന്നെ അയ്യാവു സ്വാമിക്ക് നാണുവിനെ വളരെയധികം ഇഷ്ടമായി. കാരണം എന്തെന്നോ, ഒരു യോഗിക്ക് വേണ്ടതായ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിന് നാണുവിൽ കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ തൻ്റെ ശിഷ്യനാക്കുകയും ചെയ്തു. അയ്യാവു സ്വാമിയുടെ ആവശ്യപ്രകാരം ചട്ടമ്പി സ്വാമി തന്നെയാണ് ആദ്യം കുറേ നാൾ നാണുവിനെ വിദ്യകളൊക്കെ അഭ്യസിപ്പിച്ചത്. അങ്ങനെ അയ്യാവു സ്വാമിക്ക് മറ്റു ശിഷ്യന്മാരോടൊന്നും തോന്നാതിരുന്ന ഒരു പ്രത്യേക വാത്സല്യം നമ്മുടെ നാണുവിനോട് തോന്നുകയും ചെയ്തു. അവർ വളരെ ഒരു ഗുരുശിഷ്യ ബന്ധം വളരെ ഒരു പാരമ്യത്തിലെത്തിയതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. യോഗാസന മുറകളിലൊക്കെ വളരെ വേഗം പരിശീലിക്കുവാനും മറ്റു കുട്ടികളെക്കാളൊക്കെ വേഗത്തിൽ മുൻപന്തിയിലെത്തുവാനും നമ്മുടെ നാണുവിന് സാധിച്ചു. ആ കാലത്ത് കേജരി മുദ്ര, നൗളി, ഘടം മുതലായ ആസനങ്ങളൊക്കെ ആയാസരഹിതമായി ചെയ്യുന്ന നാണുവിനെ കണ്ടിട്ട് മറ്റു ഭക്തന്മാരും മറ്റു ശിഷ്യന്മാരും ഒക്കെ അത്ഭുതപ്പെടുകയും ചെയ്തു. നമ്മുടെ സിദ്ധനും ജ്ഞാനിയുമൊക്കെയായ അയ്യാവു സ്വാമി ഒരു ഗൃഹസ്ഥനും കൂടെയാണ്, അതേസമയം യോഗിയുമാണ്. രണ്ടും പരസ്പരം ഇണക്കി നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയുമാണ് അദ്ദേഹം ഒരിക്കൽ നാണുവിനോട് പറഞ്ഞു, യോഗവിദ്യയിലും സിദ്ധിയിലും നാണു ഭക്തൻ നമ്മുടെ നാണു ഭയങ്കര മുൻപന്തിയിലെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിനക്കെന്താണ് സർവ്വലോകാനുരൂപനായി വിളങ്ങേണ്ട ഒരു ഋഷിയും ഒരു കർമ്മയോഗിയും ഒക്കെയാണ് നാണുവെന്ന് ഗുരു മനസ്സിലാക്കി. അതനുസരിച്ച് ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം നാണു. എന്താണെന്ന് ചോദിച്ചാൽ, നാണു ഏതെങ്കിലും ഒരു കാനനത്തിലെത്തണം. അവിടെ എത്തി ഏകാന്തവാസം നയിച്ച് കുറേ കാലം തപസ് ചെയ്യണം. നാണുവിൻ്റെ ആഗ്രഹം അതുതന്നെയാവാം. എവിടെയാണ് നമ്മുടെ നാണു തപസ് ചെയ്യാനായി പോയത്? നമുക്ക് നോക്കാം.